ഹായ്, നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നു. നമുക്കെല്ലാം ആശ്വാസം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേസമയം ഒരുപാട് ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉയർന്നുന്നുണ്ട്. ആർക്കു വേണ്ടിയുള്ള, എന്തിനു വേണ്ടിയുള്ള യുദ്ധമായിരുന്നു ഇത്? ലോകത്തിലെ തമ്മാടി രാഷ്ട്രമായ ഇസ്രായേലിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണം, എപ്സ്റ്റീൻ ഫയൽസിനെ മുൻനിർത്തി ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു ബ്ലാക്ക്മെയിൽ ചെയ്ത് സംഘടിപ്പിച്ച യുദ്ധമായിട്ടാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തെ ശരാശരി അമേരിക്കക്കാരൻ കാണുന്നത്. ഈ യുദ്ധക്കെടുതികൾ എത്രത്തോളമാണ് എന്നുള്ളത് ഇനിയും വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഈ യുദ്ധം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ, ദുരിതങ്ങൾ ഇനിയും അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. ജീവഹാനി ഇറാന് മാത്രം 3500 പേർ നഷ്ടമായി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പരമോന്നത ആത്മീയ നേതാവ് ആയിട്ടുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. ടെഹ്റാനിൽ 185 സ്കൂൾ കുഞ്ഞുങ്ങളെ അമേരിക്ക ബോംബിട്ട് ഉരുക്കിക്കളഞ്ഞു. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഇതെന്ന് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങളാണ് പറഞ്ഞത്. പല രാഷ്ട്രങ്ങളും മുമ്പോട്ട് വന്ന് ഈ ഏകപക്ഷീയമായ യുദ്ധത്തെ അപലപിച്ചു. എന്നാൽ ഇതിലേറ്റവും ദുഃഖകരമായ ഒരു ഏട് എന്ന് പറയുന്നത് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനം അലങ്കരിച്ച ഇന്ത്യയുടെ നിശബ്ദതയെ. അതിലേക്ക് വരാം. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് മാത്രം 9 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അത് അംഗീകരിക്കുന്നില്ല. അമേരിക്കക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തിൻ്റെ വ്യാപാരിയായ, കോമാളിയായ ഡൊണാൾഡ് ട്രംപിന് യുദ്ധവും ഒരു ഡീലാണ്. യുദ്ധം കൊണ്ട് ലാഭമുണ്ടായി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു എന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്ന് കിടക്കുകയായിരുന്നില്ലേ? ഇനി ഇറാന്റെ അണുവായുധ പരിപാടി തകർത്ത് കളഞ്ഞെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എത്തിയിടുമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ കരാറിന്റെ ഭാഗമായിട്ടുള്ള ലെബനോ, ആ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? ഇസ്രായേൽ നടത്തുന്ന ഏകപക്ഷീയമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുമോ? നമുക്കിതിലേക്കൊന്നും പോകട്ടെ. പക്ഷേ ഒരു ശരാശരി ഇന്ത്യക്കാരനെ അസ്വസ്ഥതപ്പെടുത്തേണ്ട പല ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ബഹിഷ്കരിച്ച, നമ്മൾ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാനാണ് ഈ യുദ്ധ സമാപനത്തിൻ്റെ മധ്യസ്ഥൻ എന്ന കാര്യം നമ്മൾ മറക്കരുത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ഇത്രത്തോളം സ്വീകാര്യത ഈ രാജ്യങ്ങൾക്കിടയിൽ വന്നത്? ഒരു ശരാശരി ഇന്ത്യക്കാരനെ അസ്വസ്ഥതപ്പെടുത്തേണ്ട ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനമുള്ള ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഏകപക്ഷീയമായ നിയമവിരുദ്ധമായ യുദ്ധത്തെ അപലപിക്കാതെ എന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുറ്റകരമായിട്ടുള്ള നിശബ്ദത പാലിച്ചത്? ഇന്ത്യയുമായി പതിറ്റാണ്ടുകളുടെ, നൂറ്റാണ്ടുകളുടെ തന്നെ സിവിലൈസേഷണൽ സൗഹൃദമുള്ള ഇറാനെതിരെ ഇങ്ങനൊരു ആക്രമണം നടന്നപ്പോൾ നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? എന്തിനേറെ മൂർത്തമായിട്ടുള്ള ഒരുപാട് സംഭവവാസങ്ങളിൽ നമ്മൾ പാലിച്ച നിശബ്ദത ഒരുപക്ഷെ ലോകം മുഴുവൻ ചർച്ച ചെയ്യുക. ആയിട്ടുള്ള ഈ ഖമനേയി കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ അതിനെ അപലപിച്ചില്ല. 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി അനുശോചന പുസ്തകത്തിൽ ഒപ്പുചാർത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്കൊപ്പം സംയുക്ത നാവികസേന അഭ്യാസത്തിന് വന്ന ഇറാന്റെ യുദ്ധക്കപ്പൽ IRIS എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിപ്പുറത്തുകൊണ്ട് അമേരിക്ക ആക്രമിച്ച് കടലിൽ മുക്കിയപ്പോൾ നമ്മൾ കമാന്നൊരു അക്ഷരം പറഞ്ഞില്ല. അവിടെയും ഒരുപക്ഷെ ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിച്ചത് ശ്രീലങ്ക കുറെ കൂടി പ്രോആക്റ്റീവായിട്ട് അത് സംബന്ധിച്ച് പെരുമാറിയെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. ഈ ജൂൺ 8, 10 കഴിഞ്ഞ് തീയതികളിൽ ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് വാണിജ്യ കപ്പലുകളെ അമേരിക്ക ഏകപക്ഷീയമായി ആക്രമിച്ചു. നിരവധി ഇന്ത്യൻ സെയിലേഴ്സ് ഉള്ള കപ്പലുകളെ 3 ആക്രമണം തുടർച്ചയായി അമേരിക്ക നടത്തി. 3 ഇന്ത്യക്കാർ, 3 ഇന്ത്യൻ സെയിലേഴ്സ് കൊല്ലപ്പെട്ടു.
ആ ആക്രമണത്തെ അമേരിക്ക പരസ്യമായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ അവകാശമെന്നാണ് മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചത്. ഈ ആക്രമണം നടക്കുന്നതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അനുമോദന ആശംസ അയച്ചത്. ഏറ്റവും കൂടുതൽ ദിവസം പ്രധാനമന്ത്രി പദത്തിൽ തുടർന്ന വ്യക്തി എന്ന നിലയിൽ മോദിക്ക് അനുമോദനം അറിയിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അതിന് നന്ദി അറിയിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വരി എഴുതണ്ടേ, നിങ്ങളുടെ അനുമോദനം ഞാൻ ഏറ്റുവാങ്ങുന്നു, പക്ഷേ നിങ്ങൾ ഇന്ത്യക്കാരെ പതിച്ചതിലുള്ള പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തട്ടെ ഒന്നും പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി നമ്മൾ പിന്തുടരുന്ന വിദേശ നയം അടിയറവെക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ രാജ്യത്ത് രൂഢമൂലമായിരിക്കുക. ഇത് നിശബ്ദതയാണ് ഏറ്റവും പരമമായിട്ടുള്ള നയതന്ത്രജ്ഞത എന്ന് പറയുന്ന ചിലരുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ആയിരുന്നോ, ഇതായിരുന്നോ ഇന്ത്യയുടെ വഴി എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു മുഹൂർത്തത്തിലൂടെയാണ് ലോകം കടന്നത്.